ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചൂടോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ 200 ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, 6 ശർക്കര എടുത്തിട്ടുണ്ട്, 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായൊക്കെ ചേർക്കുക. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ ചെറുപയർ പരിപ്പ് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചെറുപയർ പരിപ്പ് ഒന്ന് ഇട്ടെടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാണ്ട് അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം ശർക്കര ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. വറുത്ത ചെറുപയർ പരിപ്പ് നമ്മളൊന്ന് കഴുകി വെച്ചിരുന്നു. ഇനി അതൊന്ന് കുക്കറിലോട്ട് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇറക്കി വെക്കാം. നമുക്കിവിടെ തേങ്ങാപ്പാൽ ആവശ്യമാണ്. അതിന് വേണ്ടി ഞാൻ ചിരകിയെടുത്ത തേങ്ങയൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇവിടെ ഞാൻ തേങ്ങയുടെ 1/4 പാൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ തേങ്ങ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ശർക്കര ഒന്ന് അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പിലേക്ക് മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അടിച്ചു വെച്ചതെല്ലാം ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/4 പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് പായസം കുറുകി വന്നിട്ടുണ്ട്. പായസത്തിനൊരു ഫൈനൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഞാനിവിടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നെയ്യിലിട്ട് കോരിയെടുക്കുന്നുണ്ട്. അതിനായി ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മുന്തിരി ആദ്യം ഇട്ട് കൊടുക്കാം. ശേഷം റെഡിയായി വന്ന മുന്തിരിയൊക്കെ നമുക്ക് ഈ പായസത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിച്ച് വെച്ച ഏലക്കായി ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പായസമാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.